ആ പിടിച്ചോ. ആ രാവിലെ കോവയ്ക്ക് കഴിച്ചതിന് ഉഷാറൊന്നും ഇല്ലല്ലോ. രാവിലെ തന്നെ ഹെൽപ്പാണല്ലോ. പിന്നെ എന്നാ ചെയ്യാൻ, എനിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലഹരി, അതറിയത്തില്ലാത്തതാണ് വേണം. എൻ്റെ ബ്ലഡിൽ കൂടെ ഓടിക്കളിക്കുന്ന ഒരു സാധനമാണ്. നല്ലതാണ്. അതുപോലെ എൻ്റെ ഒരു കഴിവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ പിന്നെ വല്ലാത്തൊരു കഴിവാണ്. ജനനായകൻ സിനിമ ഉണ്ടായിരുന്നു. ആ സൂപ്പർ സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമ തുടങ്ങിയ സമയത്തെ എന്നെ വിളിച്ചതാ. വിജയുടെ ചെറുപ്പകാലം അഭിനയിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു വരണമെന്ന്. അങ്ങനെ വിളിച്ചിട്ട് ഡയറക്ടർ വിളിച്ചു. അതിനകത്ത് വിജയുടെ ചെറുപ്പകാലം ഇല്ലല്ലോ. ചെറുപ്പകാലം ഇല്ല, പക്ഷേ ചെറുപ്പകാലം അഭിനയിക്കാൻ എന്നെ കിട്ടാഞ്ഞിട്ട് ആ സീൻ തന്നെ അവർ കട്ട് ചെയ്തതാണ്. ഞാൻ ആ ഒരു പറ്റിപ്പോയത്. അന്ന് പോകേണ്ടതായിരുന്നു. നിന്റെ മറ്റേ ഓട്ടോമൊബൈലിന്റെ കോഴ്സ് കഴിഞ്ഞായിരുന്നു? പിന്നെ എപ്പോഴും എൻ്റെ ഭയങ്കര സ്പാൻഡറും പ്ലെയറും ഒക്കെ എപ്പോഴേലും കാണും, എന്തിനൊക്കെ കാണും. ഞാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ എൻജിൻ പണിയായി. ഞാൻ പഠിച്ചിറങ്ങിയ ഒരു സമയമാണല്ലോ. എൻ്റെ ഇപ്പം എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയാൻ ഈ വണ്ടി നീങ്ങി വരുന്നു. എൻജിൻ അപ്പടേ അങ്ങ് അഴിച്ച്. എൻജിൻ ഫുൾ അഴിച്ചിട്ടില്ലേ, ഫുൾ അങ്ങ് തിരിച്ചു പിടിപ്പിച്ചു ലോറിയുടെ. പക്ഷേ എൻ്റെ എത്ര സ്പാൻഡർ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിക്കാരോട് 2 സ്പാൻഡർ മേടിച്ചു. ആ പണിയൊക്കെ പടപടയെന്നായിരുന്നു. ചേട്ടാ ആ ഡ്രൈവർ എന്നോട് ചോദിക്കുക എവിടാ പഠിച്ചേന്ന്. നീ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ പോവാ. ഒറ്റയ്ക്ക് തള്ളു പോലെ വേട്ടാ പോലെ. കുറച്ച് 2 കാര്യങ്ങളും പറയാനുണ്ട്. പോലെ തള്ളാൻ ഇന്ന് ഒരാളെ കിട്ടിയത്, അതും പോയി.